യേശു ക്രിസ്തു ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഈ ദിവസത്തെ നമ്മൾ മലയാളികൾ ദുഃഖവെള്ളി എന്ന് വിളിക്കുന്നു. എന്നാൽ ലോകം മുഴുവൻ ഇതിനെ ഗുഡ് ഫ്രൈഡേ അഥവാ നല്ല വെള്ളി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ അധികമാർക്കും അറിയാത്ത ചില സത്യങ്ങളുണ്ട്. മരണം നടന്ന ഒരു ദിവസത്തെ നല്ലത് എന്ന് വിളിക്കുന്നത് വിരുദ്ധമായി തോന്നാം. എന്നാൽ ഗുഡ് എന്ന വാക്കിന് പഴയ ഇംഗ്ലീഷിൽ ഹോളി എന്നൊരർത്ഥം കൂടിയുണ്ട്. തിന്മയ്ക്ക് മേൽ നന്മ വിജയിച്ച മനുഷ്യകുലത്തിന് പാപമോചനം ലഭിച്ച വിശുദ്ധമായ വെള്ളി എന്നാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. ബൈബിൾ രേഖകൾ പ്രകാരം ക്രിസ്തു മരിച്ച ആ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഭൂമിയിൽ കടുത്ത ഇരുട്ട് അനുഭവപ്പെട്ടു. ഇത് വെറും ഒരു വിശ്വാസമല്ല. അക്കാലത്തെ ചില ചരിത്രകാരന്മാരും സൂര്യഗ്രഹണമല്ലാതെ ഒരു അസാധാരണ ഇരുട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രകൃതി പോലും പ്രതികരിച്ച ആ നിമിഷങ്ങളാണ് ദുഃഖവെള്ളിയെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ദിനമാക്കുന്നത്. കുരിശിൽ കിടന്ന് മരിക്കാറായപ്പോൾ യേശു പറഞ്ഞ അവസാന വാക്ക് എല്ലാം പൂർത്തിയായി എന്നാണ്. അതൊരു തോൽവിയല്ലായിരുന്നു, മറിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിന്റെ വിജയപ്രഖ്യാപനമായിരുന്നു. ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഈസ്റ്റർ ഉണ്ടെന്ന പ്രതീക്ഷയാണ് ഈ ദിവസത്തെ ലോകത്തിന് പ്രിയപ്പെട്ടതാക്കുന്നത്.